Hi all. Today's our topic is a neural network. This is the last two portions which are coming under our fourth module. So let's begin. The motivation behind neural network is our human brain. Okay. The motivation behind neural network is human brain. നമ്മളൊരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്തേക്ക് എത്തുന്നത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ലൈക്ക്വൈസ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗ്, അതായത് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസും അതേമാതിരി ബിഹേവ് ചെയ്യണം. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മുടെ ന്യൂറോൺസ് എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ നിന്നാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. So, the motivation behind the neural network is human brain. Human brain contains billions of neurons which are connected to many other neurons to form a network. ഓക്കെ, ഒരു നെറ്റ്വർക്കാണ് ശരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ന്യൂറോൺസ് അതായത് ഒരു ന്യൂറോൺ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനകത്ത് ഒത്തിരി ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് വേറെ ന്യൂറോൺസുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു. ഓക്കെ, സോ ദാറ്റ് നമ്മൾ എന്തെങ്കിലും സെൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹോട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നമ്മൾ കൈയൊന്ന് വലിക്കും. ഓക്കെ, അതെങ്ങനെയാണ്, അതായത് നമ്മുടെ ആ വെക്കുന്ന ചൂട് ഒരു പെർട്ടിക്കുലർ ത്രെഷോൾഡ് ലെവൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ബേണിംഗ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈ വലിക്കുന്നത്. അതായത് നമ്മുടെ ആ പെർട്ടിക്കുലർ സെൽ ബോഡിയിലെ നമ്മൾ ഹോട്ട് വെക്കുന്ന സ്ഥലത്തുള്ള സെൽ ബോഡിയിലെ ഒരു പെർട്ടിക്കുലർ വാല്യൂ, അതായത് ത്രെഷോൾഡ് വാല്യൂ കൂടി കഴിയുമ്പോൾ അവിടുത്തെ ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. ആക്ടിവേറ്റ് ചെയ്ത് നേരെ നമ്മുടെ ബ്രെയിനിലെത്തി അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈ പെട്ടെന്ന് വലിക്കുന്നത്. സോ അതേ മെത്തേഡ്, ആ ഒരു രീതിയാണ് നമ്മുടെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ. ഓക്കെ, സോ ദാറ്റ് ഇഫ് വി സെൻസ് എനിത്തിങ് ഇറ്റ് റെക്കഗ്നൈസസ് ആൻഡ് പ്രോസസ് ദി ഔട്ട്പുട്ട്. ദിസ് ഈസ് ദി പെർട്ടിക്കുലർ അൽഗോരിതം. നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടുള്ളതാണ്. ഇത് ഡെൻഡ്രൈറ്റ്സ് ആണ്. അതായത് ഇൻപുട്ട് സിഗ്നൽസ് റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ്സ് വഴി. എല്ലാ ഇൻപുട്ട് സിഗ്നൽസിനെയും ഡെൻഡ്രൈറ്റ്സ് വഴി റിസീവ് ചെയ്തൊരു സെൽ ബോഡിയിൽ കൊണ്ടെത്തിക്കും. ഈ സെൽ ബോഡി എന്ത് ചെയ്യും, എല്ലാ ഇൻപുട്ട് സിഗ്നലിനെയും കൂടി സമ്മപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സമ്മപ്പ് ചെയ്യുമ്പോൾ ഒരു ത്രെഷോൾഡ് വാല്യൂ അറ്റൈൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ സിഗ്നൽ എന്ത് ചെയ്യും, അതായത് ആ പറയുന്ന പെർട്ടിക്കുലർ സിഗ്നൽ ഷൂട്ട് ചെയ്ത് നേരെ നമ്മുടെ സിഗ്നൽസ് ഈ പറയുന്ന ആക്സോൺ വഴി പാസ് ചെയ്ത് ഇവിടെ എത്തും. അതായത് ആക്സോൺ ടെർമിനൽസ് എത്തും. ഈ ആക്സോൺ ടെർമിനൽസിൻ്റെ ഒരു സിനാപ്സ് എന്ന് പറയുന്ന ഒരു ടൈനി ഗ്യാപ്പ് ഉണ്ട്. ആ ടൈനി ഗ്യാപ്പ് വഴി അടുത്ത ന്യൂറോൺസിലേക്ക് അത് പാസ്സാകും. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. സോ ഡെൻഡ്രൈറ്റ്സ് റിസീവ് സിഗ്നൽസ് ഫ്രം അതർ ന്യൂറോൺസ്. അപ്പോൾ ഈ പറയുന്ന ഡെൻഡ്രൈറ്റ്സ് വേറെ ഇതേമാതിരിയുള്ള ന്യൂറോൺസിൽ നിന്നാണ് അത് സിഗ്നൽ എടുക്കുന്നത്. സോ ദിസ് പെർട്ടിക്കുലർ ഡെൻഡ്രൈറ്റ്സ് ഈസ് അക്സെപ്റ്റിംഗ് ദി സിഗ്നൽസ് ഫ്രം അതർ ന്യൂറോൺസ് ആൻഡ് വാട്ട് അവർ സെൽ ബോഡി ഈസ് ഡൂയിങ്, സെൽ ബോഡി സംസ് ദ ഇൻകമിങ് സിഗ്നൽസ് ആൻഡ് ടു ജനറേറ്റ് ദി ഇൻപുട്ട്. ഈ പറയുന്ന ഇൻപുട്ട് സിഗ്നൽസ് എല്ലാം കൂടി ജനറേറ്റ് ചെയ്തിട്ടാണ് ഈ ഇൻപുട്സുകൾ, അതായത് സെൽ ബോഡിയിൽ വരുന്ന എല്ലാ ഇൻപുട്സ് ബോഡിയും കൂടി സമ്മപ്പ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ത്രെഷോൾഡ് വാല്യൂ എത്തുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, വെൻ ദ സം റീച്ചസ് എ ത്രെഷോൾഡ് വാല്യൂ, ന്യൂറോൺ ഫയേഴ്സ് ആൻഡ് ദ സിഗ്നൽ ട്രാവൽസ് ഡൗൺ ദ ആക്സോൺ വഴി താഴേക്ക് ഇറങ്ങും ടു ദി അതർ ന്യൂറോൺസ് ത്രൂ എ ടൈനി ഗ്യാപ്പ് കോൾഡ് സിനാപ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. സോ ഈ പറയുന്ന ഫിഗറാണ് ഇത് ഡെൻഡ്രൈറ്റ്സ്, ഇത് സെൽ ബോഡി. സിഗ്നൽ ഈ പറയുന്ന ഭാഗം വഴി, അതായത് ഡെൻഡ്രൈറ്റ്സ് വഴി സിഗ്നൽ ഇൻപുട്ട് ആകും. അത് സെൽ ബോഡിയിൽ നിന്നും താഴേക്ക് ആക്സോൺ ടെർമിനൽസ് വഴി നെക്സ്റ്റ്, അതായത് സിനാപ്സ് എന്ന് പറയുന്ന ഗ്യാപ്പ് വഴി അടുത്ത ന്യൂറോൺസിലേക്ക് എൻ്റർ ആവുന്നു. ഇതാണ് സിഗ്നൽ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ബയോളജിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ നമുക്ക് നോക്കാം. ആൻഡ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ ഈസ് എ മാത്തമാറ്റിക്കൽ ഫങ്ഷൻ. നമുക്ക് ഈ പറയുന്ന ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഇവിടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. സോ an artificial neuron is a mathematical function. Artificial neurons are the elementary units in artificial neural network. അപ്പം നമ്മളിപ്പോൾ ഈ ഒരൊറ്റ ന്യൂറോൺ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മുടെ അതായത് നെറ്റ്വർക്ക്സ് ഓഫ് ന്യൂറോണിൽ നിന്നും ഒരു ന്യൂറോണാണ് ഇത്. അതേമാതിരി തന്നെ നെറ്റ്വർക്ക് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിലെ
ഒരു സിംഗിൾ എലമെൻ്ററി യൂണിറ്റ് ആണ്, അതായത് ബേസിക് യൂണിറ്റ് ആണ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്ന് പറയുന്ന ഒരൊറ്റ ആൾ. ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ റിസീവ്സ് വൺ ഓർ മോർ ഇൻപുട്സ്. സോ ഇവിടെ എന്താണ്, ന്യൂറോൺസ് ആർ ദിസ് പെർട്ടിക്കുലർ ന്യൂറോൺസ് ആർ റിസീവിംഗ് നമ്പർ ഓഫ് ഇൻപുട്ട് സിഗ്നൽസ് ത്രൂ ദി ഡെൻഡ്രൈറ്റ്സ്. Likewise, artificial neurons receives one or more inputs and sums them to produce an output. നമ്മുടെ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ഒന്നിൽ കൂടുതൽ ഇൻപുട്സ് മേടിച്ചിട്ട് അത് സം ചെയ്തിട്ട് അത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഓരോ ഇൻപുട്ടിനും ഒരു സെപ്പറേറ്റ്ലി വെയിറ്റ് ഉണ്ടായിരിക്കും, നമ്മൾ അസൈൻ ചെയ്യും. ഇപ്പോൾ x1 എന്ന് പറയുന്ന ഇവിടെ ഒരു ഇൻപുട്ട് ഉണ്ട്, ഈ ഇൻപുട്ടിന് ഞാനൊരു വെയിറ്റ് അസൈൻ ചെയ്യുന്നതാണ് W1 എന്ന് പറയുന്ന വെയിറ്റ്. x2 എന്ന് പറയുന്ന വേറൊരു ഇൻപുട്ട് ഉണ്ട്, അതിന് ഞാൻ വേറെ സെപ്പറേറ്റ് വെയിറ്റ് അസൈൻ ചെയ്യുന്നതാണ് W2. Okay, so each input is separately weighted and the sum is passed through a function. ഇതാണ് ഒരു സിംഗിൾ ന്യൂറോൺ. ഈ സിംഗിൾ ന്യൂറോണിൽ രണ്ട് ഫങ്ഷൻസ് ആണ് നടക്കുന്നത്. A single neuron is actually performing two different types of functions, that is step 1 and step 2. In step 2, what it is doing is sum up all the input values together with its weight. Weight ആയിട്ട് എന്ത് ചെയ്യും, അത് സം അപ്പ്, അതായത് എക്സ് ഫസ്റ്റ് വി വിൽ മൾട്ടിപ്ലൈ ദി കറസ്പോണ്ടിങ് ഇൻപുട്ട് വാല്യൂ വിത്ത് ഇറ്റ്സ് കറസ്പോണ്ടിങ് weight, then the summation is following, that means carrying out to the next input and its corresponding weight. ഓക്കെ, അപ്പോൾ എത്ര ഇൻപുട്സ് ഉണ്ടോ അത്രയും ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യും, ഇതേപോലത്തെ സമ്മപ്പ് നടത്തും. അതായത് സ്റ്റെപ്പ് 1 ചെയ്യുന്ന എത്ര മാത്രമേ ഉള്ളൂ, കറസ്പോണ്ടിങ് വെയിറ്റും കറസ്പോണ്ടിങ് ഇൻപുട്ട് സിഗ്നൽസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് സം ചെയ്യും. ഓരോ ഇൻപുട്ടുകൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഇങ്ങനെ ചെയ്യും. സപ്പോസ് if it contains 3 inputs, that means W1 x1 plus W2 x2 plus W3 x3 ചെയ്യും. ഓക്കെ, സോ each input is separately weighted and the sum is passed through a function. ഇനി ഞാനിവിടെ എന്ത് ചെയ്തു, ഇത് ഈ ന്യൂറോൺസിൽ വരുന്ന ഒരൊറ്റ കാൽക്കുലേഷനാണ് നമ്മൾ പറഞ്ഞത്. ഈ സിംഗിൾ ന്യൂറോണിൽ 2 കാൽക്കുലേഷൻസ് ആണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെൽ ബോഡിയിൽ ഒരു ഹോട്ട് ഒബ്ജക്റ്റ് കൊണ്ട് വെക്കുമ്പോൾ ആ ഹോട്ട് ഒബ്ജക്റ്റ് നമ്മുടെ സെൽ ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ ചൂട് കഴിയുമ്പോൾ, അതായത് ഹോട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈവലിക്കുന്നത്. അപ്പം അതുവരെ ഇതെന്ത് ചെയ്യും, സമ്മപ്പ് ചെയ്ത് ഒരു ത്രഷോൾഡ് വാല്യൂ എത്തുമ്പോഴാണ് ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ, അതായത് ആക്റ്റീവ് ആക്കുന്നു. നമ്മുടെ കറസ്പോണ്ടിങ് സെൽ ബോഡീനെ എന്ത് ചെയ്തു, ആക്റ്റീവ് ആക്കിയിട്ട് ആ ആക്റ്റീവ് ആയത് കാരണം ഇവിടെ നിന്ന് ഒരു ന്യൂറോൺ ഒരു സിഗ്നലിനെ എന്ത് ചെയ്യും, പാസ് ചെയ്യും അടുത്ത ന്യൂറോണിനകത്തേക്ക്. ഓക്കെ, അപ്പം പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ആൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ 2 ഫങ്ഷൻസ് ആണ് ഒരു ഒറ്റ ന്യൂറോണിൽ തന്നെ നടക്കുന്നത്. സോ ഈച്ച് ഇൻപുട്ട് ഈസ് സെപ്പറേറ്റ്ലി വെയ്റ്റഡ് ആൻഡ് ദ സം ഈസ് പാസ്ഡ് ത്രൂ. ഈ കിട്ടുന്ന സമ്മിനെ ഞാൻ എന്ത് ചെയ്യും, ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ വഴി പാസ് ചെയ്യും. ഓക്കെ, ഓർ ആക്ടിവേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അടുത്ത ന്യൂറോണിനകത്തേക്ക് അതെന്ത് ചെയ്യത്തില്ല, സിഗ്നൽ പാസ് ചെയ്യത്തില്ല. സോ ഒരു പെർട്ടിക്കുലർ ത്രഷോൾഡ് വാല്യൂ അറ്റൈൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ വർക്ക് ആവുന്നത്. ഇതെന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് സിഗ്നൽ പുറത്തേക്ക് വിടുന്നുണ്ട്. ഓക്കെ, ആ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാണ്, ഔട്ട്പുട്ട് y ആണ്. y എങ്ങനെ കിട്ടുന്നു, വി ആർ അപ്ലൈയിങ് ദ ആക്ടിവേഷൻ ഫംഗ്ഷൻ എഫ് ഓൺ ദി കറസ്പോണ്ടിങ് ഏതാണ്, സമ്മേഷൻ. ഈ പറയുന്ന സമ്മേഷനിൽ ഞാൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ആണ്. ഇത് സമ്മേഷൻ, ഇത് ആക്ടിവേഷൻ ഫംഗ്ഷൻ. സ്റ്റെപ്പ് 1 നടക്കുന്നത് സമ്മേഷൻ പാർട്ടും സ്റ്റെപ്പ് 2 നടക്കുന്നത് ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഞാൻ ഈ പറയുന്ന ഈ കിട്ടിയ സ്റ്റെപ്പ് 1 നിന്ന് കിട്ടിയ റിസൾട്ടിനകത്തേക്ക് ഞാൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കുന്നു. Okay, so x1 is equal x1 etc up to xn are the input signals, w1 w2 etc up to wn are the weighted associated with each inputs, then summation, that is the summation of all the input signals, and f is the corresponding activation function. This activation function is actually processing our output, and final y is our output signal. So this is all about our artificial neurons. അതായത് ഒരൊറ്റ ന്യൂറോണിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഈ ആക്ടിവേഷൻ ഫങ്ഷൻസ് ഏതൊക്കെയുണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ ആക്ടിവേഷൻ ഫങ്ഷൻസ് ആർ അവൈലബിൾ. അതിനെപ്പറ്റി നമുക്ക് പഠിക്കണം. ഓക്കെ, ഇനി സർക്കിൾസ്, അതായത് ഇവിടെ പറയുന്ന സർക്കിൾസ് എന്ന് പറയുന്നത് ഓരോ നോട്ട്സ് ആണ്, ഇൻപുട്ട് നോട്ട്സ് ആണ്. പിന്നെ x1 x2 എക്സെട്ര അപ് ടു xn ആദി ഇൻപുട്സുകളാണ്. Circles in the second layer outputs the value. അതായത് this is the first layer and this is the second layer. Actually second layer is outputting the output signal. Output signal output ചെയ്യുന്നത് എന്താണ്, സെക്കൻഡ് ലെയർ ആണ്. ഓക്കെ,
So let's discuss about the activation functions. അപ്പം ഈ ഒരു ഭാഗത്തിൽ നിന്നും പ്രോബ്ലമാണ് ചോദിക്കുന്നത്. മെയിനായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് in the question they will provide us the corresponding input and the corresponding weights, also the bias നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് മൂന്നും തന്നിരിക്കും. വി ഹാവ് ടു നോർമലി അവർ പറഞ്ഞിട്ടുള്ളത് സിഗ്മോയിഡൽ ഫംഗ്ഷൻ ആണ്. സിഗ്മോയിഡൽ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്മോയിഡൽ ഫംഗ്ഷൻ ഉണ്ട്. അതായത് ബൈനറി സിഗ്മോയിഡ് ഫംഗ്ഷൻ ആൻഡ് ബൈപോളാർ സിഗ്മോയിഡൽ ഫംഗ്ഷൻ. എന്തായാലും നമുക്ക് ഏതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. സോ എനിവേസ് വി ഹാവ് ടു ഗോ ത്രൂ ഓൾ ദീസ് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് വൺസ്. ഓക്കെ, സോ ആക്ടിവേഷൻ ഫംഗ്ഷൻസ്. The function which takes the incoming signals as input എന്താണ് നമ്മുടെ ഈ പറയുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് ആക്ച്വലി taking the input signals as the summation, as our all the input signal summations are taking as the input by this activation function, and it is outputting a result. Okay, so a function, the function which takes the incoming signals as input and produces the output signal, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആക്ടിവേഷൻ ഫംഗ്ഷൻ. ആൻഡ് ദ ഫസ്റ്റ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ഇസ് ത്രെഷോൾഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. Threshold activation function it is defined by f of x. X is actually എന്താണ് ഇൻപുട്ട് ആണ്. ഈ പറയുന്ന ഇൻപുട്ട് വാല്യൂയിലേക്ക് ഞാൻ ഈ പറയുന്ന threshold activation function അപ്ലൈ ചെയ്യുമ്പോൾ we are getting the value 1 if the corresponding input signal is greater than, input value is greater than 0. Otherwise it results -1 if the value is less than or equal to 0. And this is how it is representing ഗ്രാഫിക്കലി. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അതായത് നിങ്ങൾ നോക്കിയാൽ മതി, ഈ പറയുന്ന ത്രെഷോൾഡ് ആക്ടിവേഷൻ ഫംഗ്ഷനിലെ ചെറിയൊരു വേരിയേഷനാണ് നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ സംടൈംസ് ദ ത്രെഷോൾഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. In such case, it is called unit step activation function. See here, if the value, that means x is the input value, this input value is applying to a function f, that is unit step function f, which gives the value 1 if x value is greater than or equal to 0. കമ്പയർ ചെയ്ത് നോക്കണം. ഇവിടെ 1 കൊടുക്കുന്നത് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ്. ബട്ട് ഹിയർ ഇറ്റ് പ്രൊഡ്യൂസസ് ദ വാല്യൂ 1 if the corresponding input value is always greater than or equal to 0. It produces 0 if x less than 0. That is the difference. കണ്ടോ, ഇവിടേക്കല്ല പോകുന്നത്, ഇവിടെ 0യിലാണ് നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ആ വേർഡിൽ തന്നെയുണ്ട്. ദ ഇക്വേഷൻ വിൽ ബി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക ഗ്രാഫിക്കലി. നെക്സ്റ്റ് വൺ ഇസ് പീസ് വൈസ് ഓർ സാച്ചുറേറ്റഡ് ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ. പീസ് വൈസ് ബാർ സാച്ചുറേറ്റഡ് ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ. അപ്പോൾ അതിൽ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതെപ്പോഴാണെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും ഇഫ് എക്സ് ലെസ് ദാൻ എക്സ് മിനിമം. നമുക്കൊരു എക്സ് മിനിമവും കാണും, എക്സ് മാക്സിമവും കാണും. എക്സ് മിനിമത്തിനെക്കാട്ടിലും സ്മോൾ വാല്യൂ ആണ് എക്സിനെങ്കിൽ ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് the given value of the given input value is less than x minimum, it results 0 ആയിരിക്കും. അതർവൈസ് എം എക്സ് പ്ലസ് സി ആണെങ്കിൽ, അതായത് എക്സ് മിനിമിൻ്റെയും അതായത് എക്സിൻ്റെ വാല്യൂ എക്സ് മിനിമത്തിനും എക്സ് മാക്സിമത്തിനും ഇടയ്ക്കായിരിക്കും. സോ ഇറ്റ് വിൽ റിസൾട്ട്സ് എം എക്സ് പ്ലസ് സി. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എക്സ് മാക്സ് ആണെങ്കിലും ഇത് റിസൾട്ട് 0 ആയിരിക്കും. അപ്പോൾ ഗ്രാഫിക്കലി ഇങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഗോഷ്യൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവേഷൻ ഫംഗ്ഷനാണ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നുണ്ട് ഗോഷ്യൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ. അപ്പം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സിഗ്മ റൂട്ട് ഓഫ് 2π ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ. മ്യൂവും സിഗ്മ എന്ന് പറഞ്ഞാൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഓക്കെ, അപ്പം ഇതാണ്. സോ ഗ്രാഫിക്കൽ ഇത് ഇക്വേഷൻ നോക്കുക, കാണാതെ ഒന്ന് പഠിച്ചേക്കുക ഇത്. പിന്നെ ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് 6th one is sigmoid activation function. Otherwise we can call it as logistic function. This particular sigmoid activation function or logistic function is the commonly used activation function. ഇതാണ് നമ്മുടെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ഇക്വേഷൻ കാണാതെ പഠിക്കുക. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റൈസ് ടു എക്സ്. ദിസ് ഈസ് ആക്ച്വലി ദ ഇക്വേഷൻ ഓഫ് ദി ബൈനറി സിഗ്മോയിഡൽ ഫംഗ്ഷൻ. ബൈനറി സിഗ്മോയിഡൽ ഫംഗ്ഷൻ്റെ ഇക്വേഷനാണിത്. അതേസമയം നമ്മുടെ
ബൈപോളർ സിഗ്മോയിഡൽ ആണെങ്കിൽ, ഓക്കെ, ബൈപോളർ സിഗ്മോയിഡൽ ആണെങ്കിൽ ഇക്വേഷൻ ഇതായിരിക്കും 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് 1 എന്നായിരിക്കും. ഓക്കെ, ഇക്വേഷൻ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ആവശ്യമാണ്. So this is how it is graphically representing. And the seventh one is hyperbolic tangential activation function. It is defined by f of x is equal to e raised to x minus e raised to minus x divided by e raised to x plus e raised to minus x. Okay, ഇതാണ് graphical representation. ഇത് ഡിഫൈൻഡ് ആക്ടിവേഷൻ ഫങ്ഷൻസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാമാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് അപ്പോൾ ടോട്ടൽ 7 ആണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സിഗ്മോയിഡൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ. അതിനകത്ത് ബൈനറി ആക്ടിവേഷൻ ഫംഗ്ഷനും ബൈനറി സിഗ്മോയിഡൽ ആക്ടിവേഷൻ ഫംഗ്ഷനും ബൈപോളർ സിഗ്മോയിഡൽ ആക്ടിവേഷൻ ഫംഗ്ഷനും നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, so today we covered the topic, the neural network, that means the biological representation and its corresponding artificial neuron, and different activation functions. Okay, so coming video we can study about the perceptron. Thank you.